ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കവലയിലെ കടയിലിരുന്ന് ഭാസ്കരൻ ഭയങ്കര ഷോ ആയിട്ട് സംസാരിക്കുക. ചില ആക്രി ചവറുകൾ പറഞ്ഞു, എൻ്റെ വീട്ടിലേക്ക് ഒരു പെങ്കൊച്ച് വരില്ല എന്ന് പറഞ്ഞു, എൻ്റെ വീട്ടിലേക്ക് ഒരു പെങ്കൊച്ച് വന്നിടാന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ചേട്ടൻ്റെ മുന്നിൽ പോയിരുന്ന് നമ്മുടെ ഭാസ്കരൻ നിവർന്നിരുന്ന് സംസാരിക്കുക കേട്ടോ. അവൻ്റെ ഭാര്യയായിട്ട് നമ്മൾ വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞു. അപ്പം സത്യമാണ് ഭാസ്കരേട്ടാ എന്ന് കടക്കാരൊക്കെ ചോദിക്കുമ്പം അതെ. അപ്പം സുധീഷിൻ്റെ കാര്യമാണ് പറയുന്നത്. എടാ ചുമ്മാ ഷോ കാണിക്കാനാണോടാ പിള്ളേർ വീടിന് മുന്നിൽ ലൈറ്റൊക്കെ ഇടുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇയാൾ പറയാം. അപ്പോൾ കുറച്ച് നേരം കൂടെ കഴിഞ്ഞാലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പറയാം, എൻ്റെ മകനും മരുമകളും എൻ്റെ വീട്ടിലേക്ക് വരുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നാലും ഇങ്ങനെ ഒരു കല്യാണം രഹസ്യമായിട്ട് നടത്തേണ്ട കാര്യം ഉണ്ടായിരുന്നു, വീട്ടുകാരെയൊക്കെ ഒന്ന് അറിയിച്ചുകൂടായിരുന്നോ എന്ന് കടക്കാരൻ ചോദിക്കുക. അന്നേരം ഭാസ്കരൻ ഏത് വീട്ടുകാരാടാ ഉള്ളതെന്ന് ചോദിച്ചു. ഈ ഇരിക്കുന്ന അലവലാതിയാണ് എൻ്റെ വീട്ടുകാരൻ, ഇവനെയൊക്കെ അറിയിച്ച് കല്യാണം നടത്താൻ എനിക്ക് മനസ്സില്ലടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാസ്കരൻ അവിടെ നിന്ന് സംസാരിക്കുക കേട്ടോ. എടോ നോക്കടോ എന്നൊക്കെ പറഞ്ഞു വിളിച്ച്, എടോ അളിഞ്ഞ കൂടപ്പുറപ്പേ, നീ ഇവിടെ തന്നെ ഇരുന്നോളണം, ആ പരിസരത്ത് പോലും നിന്നെ കണ്ടുപോയേക്കരുത്. എൻ്റെ മരുമകളും മകനും കയറി വരുമ്പോൾ നിന്നെ പരിസരത്ത് കണ്ടുപോയേക്കരുത് കേട്ടോടാ. ഞാൻ പോവുക, എൻ്റെ പിള്ളേർ വരുമ്പോൾ ഞാനവിടെ വേണമെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം അങ്ങ് പോയി. ഈ സമയത്ത് ഇവിടെ നിധിയുടെ അമ്മയാണെ ഭയങ്കര കരച്ചിൽ, ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്ന വീണ് പോകും അമ്മയെന്നും പറഞ്ഞ് മരുമകൾ വരുമ്പോൾ ചാവട്ടെ, ഇനി എന്തിനാ ഞാനിങ്ങനെ ജീവിച്ചിരിക്കുന്നതെന്നും ചോദിച്ച്, ആർക്ക് വേണ്ടിയാണ് ജീവിച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിച്ച് ഭയങ്കര സങ്കടമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. രാജീവേട്ടൻ വരെ മുറിയിൽ പോയി കഥ കടച്ചിരിക്കുകയാണെന്നും എനിക്ക് ആരുടെ കാര്യം ഓർത്തിട്ടാ പേടിയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ രാജീവ് കുറച്ച് നേരം ഒറ്റയ്ക്കിരിക്കട്ടെ ഹേമേ എന്ന് പറയുമ്പം, ഇല്ല ഒരിക്കലും ഞാൻ ആ മനുഷ്യനെ അങ്ങനെ വിടില്ല, എൻ്റെ മനസ്സിനൊരു സമാധാനം എനിക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അന്നേരം രാജീവേട്ടൻ മനസ്സിന് ധൈര്യമുള്ള ഒരാളാന്നേ, കുറച്ച് നേരം അദ്ദേഹം ഒന്ന് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പറയുമ്പോൾ, ഇല്ല രേഖേ, എൻ്റെ മനസ്സ് എന്തൊക്കെയോ പറയുന്നുണ്ട്, എനിക്ക് പേടിയാവുകയാണെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഓടി മുറിയിലോട്ട്. അപ്പോൾ വാതിൽ തുറന്നേന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിക്കുക. പക്ഷേ അദ്ദേഹം വാതിൽ തുറക്കുന്നില്ല, അദ്ദേഹം തകർന്നിങ്ങനെ മുറിയിലിരിക്കുക. അപ്പോൾ രാജീവേട്ട വാതിൽ തുറക്കുന്നു പറഞ്ഞ് വിളിക്കുന്നു. അപ്പോൾ കുറച്ച് നേരം ഞാൻ ചുമ്മാ തനിയൊന്ന് ഇരിക്കട്ടെ ഹേമേന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അമ്മ ധൈര്യമായിട്ടിരിക്കും വാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മരുമകൾ വിളിക്കുകയാണ്. അദ്ദേഹം ആണെങ്കിൽ കുറേ നേരം ഇങ്ങനെ ഇരുന്ന് കരഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് മോൾ അമ്മയെ ഇരുത്തി. അപ്പം എന്നാലും അവളിങ്ങനെ ഒരു ചതി ചെയ്തു പോയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അമ്മ ഇരുന്ന് കരയുമ്പോൾ, സൂര്യ ആദ്യം മുതലേ അവൾക്ക് ഇഷ്ടമായിരുന്നില്ല അമ്മേ, ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിയതാ അവള്, പക്ഷെ സൂര്യയുടെ കൂടെ ജീവിക്കാൻ പാടാണെന്ന് അവൾ പറഞ്ഞതെന്ന കാര്യം ഇങ്ങനെ പറയുവാണ് നേരത്തേക്കും നാത്തൂൻ. അവനെ ഇഷ്ടമല്ല എന്നും പറഞ്ഞ് അവൾ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ കൂടി ഇങ്ങനെ ഒരു നാണക്കേട് ഉണ്ടാകുമായിരുന്നില്ല എന്ന അമ്മ പറയണു. അതിനു പകരം ഇങ്ങനെ ഒരുത്തൻ്റെ കൂടെ പോവാണോ വേണ്ടതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അവൾക്ക് അവനെ എത്ര കാലമായിട്ട് അറിയാം, ആരാ അവൻ, അങ്ങനെ ഒരുത്തൻ്റെ കൂടെ പോയി ജീവിക്കാൻ പറ്റുമോ അവൾക്ക് എന്നൊക്കെ ചോദിച്ചു ഭയങ്കര കരച്ചിൽ. അവളിപ്പോൾ എവിടെയാണ്, എന്താണ്, ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എൻ്റെ ഈശ്വര എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ, സാന്ദ്രേ അരുൺ എന്തിയെന്ന് ചോദിച്ചു. ഇവരോടൊപ്പം തിരിച്ചു വന്നില്ലല്ലോ, അത് എനിക്കറിയില്ല, ഞാൻ വിളിച്ചിട്ട് എടുത്തില്ല എന്ന് സാന്ദ്ര അന്നേരം പറഞ്ഞു. ഇനിയിപ്പോൾ അവനെന്തെങ്കിലും കുഴപ്പമുണ്ടാക്കാൻ പോകുമോ എന്നൊക്കെ ചോദിക്കും. അപ്പോഴത്തേക്ക് ഹേമയ്ക്ക് പിന്നെയും ടെൻഷനായി. ഇനി ആ ഡ്രൈവർ ചെറുക്കനെ വീട്ടിൽ പോയി വല്ലതും ചെയ്യാനുള്ള പരിപാടി മറ്റോ ആണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കേട്ടോ. നീ ഒന്ന് വിളിച്ച് നോക്കിക്കേ, വേഗം വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ എടുത്ത് വിളിച്ചു, പക്ഷെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അപ്പോഴത്തേക്ക് ഹേമ ഇങ്ങനെ ഭയങ്കര കരച്ചില്ല, ഇത് എന്നാ ഇനി അവൻ എവിടെ പോയിരിക്കാന്നും പറഞ്ഞ്. ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുഭാഷിനെ കറക്കാൻ വരുന്ന പെങ്കൊച്ചിനെയാണ്. അപ്പോൾ അതേ അവിടെ നിന്ന് മൊബൈലിൽ പണിതുകൊണ്ടിരിക്കുമ്പോൾ അമ്മ, നീ അവിടെ എന്നെ എടുക്കും അടിയെന്ന് ചോദിച്ചു. ദേഷ്യപ്പെട്ടു. അപ്പോൾ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അതാണ് ഇതൊക്കെ അലക്കിയിട്ട് അതിൻ്റെ വളയൊരു പോലല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടു. അല്ലെങ്കിൽ അലക്കുന്ന അമ്മയല്ലല്ലോ, വാഷിംഗ് മെഷീൻ അല്ലേ എന്ന് മോള് ചോദിച്ചു. കുറച്ചൊക്കെ ഞാനെടുത്ത് വിരിച്ചല്ലേ. അപ്പോഴോ അമ്മ എന്തിനാ എടുത്തത്? അപ്പോഴത്തേക്കും ചേട്ടൻ വന്നു, അതായത് ഭാസ്കരൻ്റെ ചേട്ടൻ. അദ്ദേഹം വലിയ ഇതായിട്ട് വന്നു. അപ്പോഴേക്കും അതിലൊരു ചേട്ടൻ പോവാ. എടാ ജോണി എവിടെ നിന്നാടാ പാട്ടൊക്കെ കേൾക്കുന്ന ചോദിച്ചു. അപ്പോൾ അത് നമ്മുടെ ഭാസ്കരേട്ടൻ്റെ വീട്ടിൽ നിന്നാന്ന് പറഞ്ഞു. നമ്മുടെ ഭാസ്കരേട്ടനോ അപ്പോ എന്ന് പറഞ്ഞൊരു ഒറ്റ തുപ്പ്. ആ ബന്ധമൊക്കെ പണ്ടേ ഇല്ലാണ്ടായതാണെന്ന് പറഞ്ഞ് വന്ന ആൾക്കാരോട് ഒച്ച വയ്ക്കുക ഈ പുള്ളിക്കാരി. പിന്നെ എന്തിനാ നിങ്ങൾ ചോദിക്കാൻ നിന്നേന്ന് ചോദിച്ചു. അതിപ്പോൾ അത് എവിടുന്നാണെന്ന് എനിക്ക് അറിയില്ലല്ലോ, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അന്നേരത്തേക്കും അവർ വിവരം പറഞ്ഞു. അപ്പോഴേക്കും ഇവർക്ക് ടെൻഷനായി. അതെ, നീ ഒരു കാര്യം ചെയ്തേ, അവിടെ വരെ ഒന്ന് പോയി അന്വേഷിച്ചിട്ട് വന്നേ, കാര്യം എന്നാണെന്ന് അറിയാമല്ലോ എന്ന് പറഞ്ഞു. അവിടെ എന്ത് നടന്നാലും അമ്മയ്ക്ക് എന്താന്ന് മോൾ അന്നേരം ചോദിച്ചു. അപ്പോൾ എന്ത് കുന്തോ നടക്കുന്നതെന്ന് അറിയാമല്ലോ, നീ ഒന്ന് പോയിട്ട് വന്നേടിയെന്നും പറഞ്ഞുകൊണ്ട് അമ്മ മോളെ പറഞ്ഞുവിടാം. പക്ഷെ ഞാൻ അങ്ങോട്ട് പോകുന്ന അമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് അമ്മയെ അനുസരിച്ച് അങ്ങോട്ട് പോകുന്നേ ഇല്ലല്ലോ, പോയിട്ട് വാടി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെടുക. എൻ്റെ പൊന്നോ ഇമ്മാതിരി സാധനം കേട്ടോ, സമ്മതിക്കണം എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ പോയിട്ട് വേഗം വാടിയെന്നും പറഞ്ഞുകൊണ്ട് മോളെ പറഞ്ഞു വിട്ട അമ്മ ന്യൂസ് പിടിക്കാൻ സമയത്ത് ഇവിടെ അവരെല്ലാവരും കൂടെ കിടന്ന് തുള്ളലും ചാട്ടോ ഓട്ടോ ഒക്കെയാണ്. അപ്പോഴേക്കും
പെണ്ണ് വന്നിട്ട് ചോദിച്ചു എന്താ ഇവിടെയെന്ന്. ഇവരാരും ഒന്നും മിണ്ടുന്നില്ല. ഈ പാട്ട് ലൈറ്റൊക്കെ എന്തിനാന്ന്. അപ്പോഴേക്കും ഇവര് ഡാൻസ് നിർത്താതെ ആടിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും എന്തേ ആ ലൈറ്റും പാട്ടും എല്ലാം ഇവളങ്ങ് ഓഫ് ചെയ്തു. അയ്യോ വൈബ് പോയെന്ന് പറഞ്ഞ് നികേഷ് നിൽക്കുമ്പോൾ വൈബൊക്കെ ഉണ്ടാക്കാം, ആദ്യം കാര്യം പറയാൻ പറഞ്ഞു. എന്താ ഈ പാട്ടും ലൈറ്റൊക്കെ എന്തിനാ, ആരുടെയെങ്കിലും ബർത്ത്ഡേ ആണോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ. അല്ല ആണെങ്കിൽ ഇതൊക്കെ പതിവുള്ളതല്ലല്ലോ. അതൊന്നും അല്ല, എൻ്റെ ചേട്ടൻ്റെ കല്യാണം എന്തേ പോരേന്ന് ചോദിച്ചു. നേരത്തേനും വിഷമിച്ചിങ്ങനെ നിൽക്കുക. ചന്തു നീ പാട്ട് വെച്ചടാന്ന് പറഞ്ഞു നികേഷ്. എന്നിട്ട് കൂട്ടുകാരൻ പിന്നെയും പാട്ട് വെച്ചു, ഡാൻസ് കളിക്കുന്നു. അപ്പോൾ ഇവിടെ കല്യാണം നടന്നിട്ട് എന്നോട് ആരും ഒന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ ദിവസം ഇങ്ങോട്ട് വരുന്നില്ല, എന്നോടൊരു വാക്ക് പറയണ്ടേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ സങ്കടത്തോടെ പെണ്ണ് പറയും. അപ്പോഴേക്കും നമ്മുടെ സുഭാഷ് ഇറങ്ങി വന്നു. എന്നാണത്, ശബ്ദം കുറയ്ക്കടാ, ചെവി പൊട്ടിപ്പോന്നടാ എന്നൊക്കെ പറഞ്ഞ്. അന്നേരം ആരാ പെണ്ണ് എന്ന് സുഭാഷിനോട് ചോദിച്ചപ്പോൾ എന്താ എന്നോട് പറയാഞ്ഞേ, എടി ഒന്നും കേൾക്കത്തില്ലെന്ന് സുഭാഷ് പറഞ്ഞു. അന്നേരം പെണ്ണ് 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 ആരാന്നാ ചോദിച്ചേ. എടാ ചന്തു ശബ്ദം ഒന്ന് കുറയ്ക്കാൻ പറഞ്ഞു. ശബ്ദം കുറച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും സുഭാഷിന്റെ കല്യാണമാണെന്ന് പറഞ്ഞല്ലോ എന്നും പറഞ്ഞ് ഇതിങ്ങനെ ചോദിക്കുമ്പോൾ ആരാ നിന്നോട് പറഞ്ഞതെന്ന് ചോദിച്ചു. നികേഷാ പറഞ്ഞത്. ഫസ്റ്റ് എടി എനിക്കല്ല, നമ്മുടെ സുധീഷിനാ കല്യാണം. അപ്പോഴേക്ക് ഇതിന് ശ്വാസം നേരെ വീണു. ഈ ഒരു ചിരിയൊക്കെ ചിരിച്ച് ഇങ്ങനെ നിൽക്കുക. എടാ എന്തിനാടാ വെറുതെ അവളെ, ഇതൊക്കെ ഒരു രസമല്ലേ എന്ന് പറഞ്ഞ് നികേഷ് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അന്നേരം വീണ്ടും പാട്ട് വെച്ചു, ഡാൻസ് കളിക്കുന്നു. ഇങ്ങനെ ഇവർ ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കുക. കൂട്ടത്തിൽ പെണ്ണും കൂടി ആടാനും പാടാനും ഒക്കെ. പക്ഷേ നിധിയുടെ അച്ഛനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് നടക്കുക. ഇനി എങ്ങനെ നാട്ടുകാരുടെയും ബന്ധുക്കാരുടെയൊക്കെ മുഖത്ത് നോക്കും, ഇതുപോലൊരു ചതി അവൾ ചതിക്കണ്ടായിരുന്നു, എല്ലാവരും എന്നെ നോക്കി പരിഹസിച്ച് ചിരിക്കും, അപമാനം കൊണ്ട് തല കുനിക്കേണ്ടി വരും, ഇങ്ങനെയൊക്കെ അദ്ദേഹം ചിന്തിക്കുക. ഇത്രയും കാലം കൊണ്ടുണ്ടാക്കിയ എല്ലാ അന്തസ്സും പോയിട്ട് എന്തിന് ഞാനിങ്ങനെ ജീവിക്കണമെന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുക കേട്ടോ. എന്നിട്ട് മരണം എന്നുള്ളൊരു സംഭവം എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ സുഭാഷ് എല്ലാവർക്കും ഫുഡൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുക. ഈ ഭക്ഷണം എടുത്തുകൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഓരോരുത്തർ അവരവരുടെ അഭിപ്രായങ്ങൾ പറയുമ്പം അതൊക്കെ വേണോടാ, അതൊക്കെ ഒരു ആർത്തിയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ആർത്തിയല്ലടാ അത്യാർത്തി എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുവാണ് നമ്മുടെ പെണ്ണ്. എൻ്റെ സുഭേഷേട്ടാ ഇത് ആരതി, ഇതെന്തിൻ്റെ രണ്ടെണ്ണമെന്ന് ചോദിച്ചു. അപ്പോൾ വേണ്ടേ എടി ഇവിടെ രണ്ടുപേര് വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പൊന്ന് സുഭാഷേട്ട 2 പേർക്കും കൂടെ ഒരെണ്ണം മതി എന്ന് പറഞ്ഞു. ആണോ, അതുമാത്രമല്ല ആരതിയുടെ കുടുംബത്തിലെ പെണ്ണുങ്ങളാ എന്നൊക്കെ പറയുമ്പോൾ അതിനിപ്പോൾ എന്ത് ചെയ്യും, അമ്മായി നമുക്ക് വിളിച്ചാലോ, അതാകുമ്പോൾ പടക്കം പൊട്ടുന്നതിനോടൊപ്പം തന്നെ ഗുണ്ട് പൊട്ടുന്നതും കൂടെ കണ്ട് നല്ല ആട്ടം കിട്ടും ഭാന്നും പറഞ്ഞൊരു ഇതും ഇവരിങ്ങനെ കാണിക്കാം. അപ്പോൾ ഇങ്ങനെ സംസാരിക്കുമ്പം ഞാൻ ചെയ്താൽ മതിയോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനത്തെ ഞാൻ ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മേടിക്കുമ്പോൾ അല്ല നിൻ്റെ അമ്മയെ കണ്ടതിന് വഴക്ക് പറയോ, ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് അറിഞ്ഞിട്ട് വരാനും എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞു. അതിന് വേണ്ടി ചെയ്താണെന്ന് പറയാമെന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ തരാൻ പറഞ്ഞു. അങ്ങനെ മേടിച്ച് ആരതിയൊക്കെ റെഡിയായിട്ട് നിൽക്കുമ്പോഴേക്കും പെണ്ണും ചെറുക്കനും വീട്ടിൽ വന്നു. ഇതൊക്കെ കണ്ട നിധി അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുക. ഇതെന്താ ഇവരെല്ലാവരും ഇങ്ങനെ നിൽക്കുന്നതെന്ന് നിധി ചോദിച്ചു. എനിക്കറിയില്ല, ഇനി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലീക്കായി അവരെന്തെങ്കിലും അറിഞ്ഞു കാണുമെന്നൊക്കെ സുധീഷ് ചോദിക്കുക നിധിയോട്. എൻ്റെ ദൈവമേ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴത്തേക്കും കുറച്ച് പെണ്ണുങ്ങളും ആൾക്കാരും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇവർ രണ്ടുപേരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ആൾക്കാരെല്ലാം വന്നിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എടാ ആൾക്കാരോട് വണ്ടിയുടെ മുന്നിൽ നിന്ന് മാറാൻ പറയടാ എന്ന് സുഭാഷ്. അപ്പോഴത്തേക്ക് നികേഷ് അങ്ങോട്ടേക്ക് ചെന്നു. അങ്ങനെ എല്ലാവരും ഭയങ്കര ഇതായിട്ട് എന്നാലും ഈ ഒരു കുടുംബത്തിലേക്ക് വരാൻ തോന്നിയല്ലോ, കഷ്ടം എന്നൊക്കെ പറഞ്ഞ് ചേച്ചിമാരൊന്നും അടക്കം പറിച്ചില്ല. അപ്പോഴേക്കും നമ്മുടെ നിധിക്ക് ഒന്നും അറിയില്ല. നിധി ഇങ്ങനെ ഇറങ്ങി വരുമല്ലേ. നിധി വന്നപ്പോൾ ഇതൊക്കെ കണ്ടു അന്തം വിട്ടിങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ നല്ല കുട്ടിയല്ലേ എന്ന് സുഭാഷ് പറയുന്നു. അതേന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ചേട്ടനും ചേച്ചിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. ഹരീഷേട്ടാ പിന്നെ അവിടെ പടക്കം പൊട്ടിയിരായി ഭയങ്കര ബഹളമൊക്കെ. അപ്പോൾ ഇത് എങ്ങനെയുണ്ട് സുധീഷേട്ടാന്ന് ചോദിച്ചു നികേഷ്. വളരെ നന്നായിട്ടുണ്ടടാന്ന് പറഞ്ഞു. കഴിഞ്ഞിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മുടെ നികേഷ് പറയുക കേട്ടോ. വാ എന്നും പറഞ്ഞ് വിളിച്ചോണ്ട് പോവാം. അയ്യോ അമ്മേ എന്ന് പറഞ്ഞു സുധീഷ് ഇങ്ങനെ നിൽക്കുന്നു. അപ്പം എന്തിനാ ഈ പടക്കവും പാട്ടും മകളും ഒക്കെ, അപ്പം ഞാനിതൊന്നും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞു സുധീഷ് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോഴേക്കെന്തേ അവിടുന്ന് അവർ വരുന്നു. സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല നിധി, ശരിക്കുള്ള കാര്യം ഇവരൊന്നും അറിയാതെ ഇവർ കല്യാണം ആക്കിയെന്ന് തോന്നണമെന്ന് പറഞ്ഞ് നിൽക്കുന്നു. അപ്പോഴത്തേക്ക് സുധീഷ് ശരിക്കും നിൻ്റെ വീട്ടുവിശേഷമൊക്കെ പറഞ്ഞു കൊടുത്താണോ കൊണ്ടുവന്നത്, അതോ ചതിച്ചുകൂടെ കൂട്ടിയതാണോ എന്ന് ചേച്ചിമാരി ചോദിച്ചു. അയ്യോ എന്ന് പറഞ്ഞ് സുധീഷ് ഇങ്ങനെ നിൽക്കുക കേട്ടോ. എടാ എവിടുന്നോ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നാണെന്ന് തോന്നുന്നു. ഈശ്വര ഇത് എന്നതാടി ഇതെന്നും പറഞ്ഞ് നിൽക്കുന്നു. എന്തെങ്കിലും പറഞ്ഞ് മയക്കി കടത്തിക്കൊണ്ട് വന്നതായിരിക്കും ഏട്ടാ, അല്ലെങ്കിൽ ഇവനെയൊക്കെ ഒരു കല്യാണം കഴിക്കാനാണെന്നൊക്കെ ഇങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും കേട്ടോ. പാപം നിധി പേടിച്ച് വരച്ച് പിന്നാലെ ചെല്ലുവാണ്. ചെന്നപ്പോൾ ആരതിയൊക്കെ ഒഴിഞ്ഞ് ഇവരിങ്ങനെ നിൽക്കുക. ആ സമയത്ത് അമ്മ ചെന്ന് മോളെ പിടിച്ചു വലിക്കുന്നു. ഇറങ്ങി പോടി എവിടെ നിന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അതിനെ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും നാട്ടുകാരെല്ലാം നോക്കി. ഈ വീട്ടിലേക്ക് ഏതൊരുത്തേക്ക് വേണമെങ്കിലും വരാൻ പോവാം, അവർക്ക് കാണിക്കൊരിക്കൽ നീ ആരാടി എന്നൊക്കെ ചോദിച്ചു. അമ്മ എന്നെ വിടമ്മേ എന്നും പറഞ്ഞാൽ പെൺകൊച്ച് കിടന്ന് കുറേ കാറി ഒരു രക്ഷയില്ല. അപ്പോഴത്തേക്ക് നിധി ഇതൊക്കെ കണ്ട് അന്തം വിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ
സുഭാഷേട്ടാന്നും പറഞ്ഞ് അത് വിളിക്കുന്നുണ്ട്. പക്ഷേ അമ്മ അതിനെ പീഡിച്ച് വലിച്ച് ഇഴച്ചങ്ങ് കൊണ്ടുപോയി. എപ്പോൾ നോക്കിയാലോ അവൾ ഈ വീട്ടിലോ ഓരോനോ പറഞ്ഞെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും പേടിക്കാനൊന്നുമില്ല. അതെ, എൻ്റെ കയ്യിൽ ഒരു തട്ടവും കൂടി ഉണ്ട്, ഞാൻ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞു സുഭാഷ് അകത്തേക്ക് കയറിപ്പോയി. സുഭാഷ് എന്നിട്ട് തട്ടം എടുത്തുകൊണ്ട് വന്ന് ആരതിയൊക്കെ ഒഴിഞ്ഞു. പെട്ടെന്ന് സുഭാഷിന് ഭയങ്കര ടെൻഷനായി. സുഭാഷ് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുക. എന്നിട്ട് നികേഷ് മേടിച്ച് ആരതി ഒഴിഞ്ഞു. അങ്ങനെ ആരതി ഒഴിഞ്ഞ് ഇവരെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുക കേട്ടോ. അപ്പോഴത്തേക്കും അച്ഛൻ കുടിയും കഴിഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ വരിക. എല്ലാവരും ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് കുടിച്ച് അവിടെ കിടന്ന് ഇങ്ങനെ ഇത്. അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മുടെ നിധി ആകെ പേടിച്ച് വിറച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ. നിധിക്ക് ഒന്നും മനസ്സിലായില്ല. എന്നിട്ട് അദ്ദേഹം അവിടെ കിടന്ന് ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. ആൾക്കാരെല്ലാവരും അന്തം വിട്ടിങ്ങനെ നോക്കുക. എന്നിട്ട് സുധീഷിനെ ചെന്നിങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് എടാ പൊന്നു മോനെ എന്നൊക്കെ പറഞ്ഞു. ഹായ് ഡിയർ ഡോട്ടർ ലോ, അപ്പോൾ ഐ എം ഡോട്ടർ ലോ, യു ആർ ഫാദർ ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടന്ന് ഇങ്ങനെ വെളിവില്ലാതെ പറയാം. എന്നിട്ട് നാട്ടുകാരോട് കൈയടിക്കാൻ പറഞ്ഞു. കുറേ ഇംഗ്ലീഷൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടേ നാട്ടുകാരെല്ലാവരും കൈയടിച്ചു. അങ്ങനെ അദ്ദേഹം അവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നു. അപ്പോഴേക്കും മക്കൾ ഇങ്ങനെ ഇതെല്ലാം കുളമാക്കി എന്നും പറഞ്ഞുകൊണ്ട് അവിടെ അങ്ങനെ നിൽക്കാൻ പോയി. അച്ഛനെ വിളിച്ചുകൊണ്ട് വന്നു പറഞ്ഞ് അരീഷ് സുഭാഷിനെ പറഞ്ഞു വിടുക കേട്ടോ. എന്നിട്ട് സുഭാഷ് അച്ഛനെ പതുക്കെ പിടിച്ച് വലിച്ചുകൊണ്ടിങ്ങനെ അച്ഛനിങ്ങ് വന്നേ. അപ്പോൾ തിരക്ക് എന്തെങ്കിലും ഇങ്ങനെ രഹസ്യം പറയാനുണ്ടോടാ, അവരൊക്കെ പുറത്ത് നിൽക്കിങ്ങ് വരാൻ പറഞ്ഞു. അപ്പോൾ ഇത്ര ആൾക്കാരുടെ മുന്നിൽ വെച്ച് പറയാൻ പറ്റത്തില്ലേടാ, അച്ഛനിങ്ങ് വന്നേന്ന് പറഞ്ഞ് വിളിച്ചു. അങ്ങനെ വിളിച്ചു മാറ്റി കൊണ്ടു നിർത്തി സുഭാഷ്. അപ്പോൾ നിങ്ങൾ അകത്തേക്ക് വരാൻ പറഞ്ഞു അനീഷ് നിധിയോടും സുധീഷിനോടും. അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല വാ എന്നും പറഞ്ഞ് വിളിക്കാം. എടാ നീ വണ്ടി ഒന്ന് ബാക്കെടുക്കാൻ പറഞ്ഞു സുധീഷ് നികേഷിനോട്. എന്നിട്ട് വണ്ടി ബാക്കിലേക്ക് ഇട്ടു. എന്നിട്ട് അതിൽ നിന്ന് ബാഗ് എടുപ്പിച്ചു. അങ്ങനെ ഇവർ വീടിനകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ നിധി അന്തം വിട്ടിങ്ങനെ സുധീഷിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നിടത്താണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചത്. എന്നതാ നടക്കണത്, എന്നതാ സംഭവം എന്ന് നമ്മുടെ നിധിക്ക് മനസ്സിലായില്ല. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.